കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒരു മോട്ടിവേഷനായിട്ടൊരു വീഡിയോ. അതിന് താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ വ്യൂസ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല മുതലായ എല്ലാ പ്രശ്നങ്ങളും, പിന്നെ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യും, എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാം. ആദ്യത്തെ കാര്യം, പലരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ചാനൽസ് മറ്റ് യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സബ്ബ് കൂടുമല്ലോ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇതിലും വലിയ അപകടം വരാൻ വേറെ ഇല്ല. നമ്മൾ ആൾക്കാരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവർ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വരും, പക്ഷേ അവർ നമ്മുടെ വീഡിയോസ് കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പം നമുക്ക് ഡെഡ് അല്ലെങ്കിൽ ഇനാക്റ്റീവ് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പം എന്ത് പറ്റും? നമ്മൾ വീഡിയോ ഇടുമ്പം അതിൻ്റെ വാച്ച് ടൈം കുറയും, എൻഗേജ്മെൻറ്റും കുറയും. എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അല്ലെ, ആൾക്കാരെടുത്ത് കണ്ടാലല്ലേ ഈ പരിപാടിയൊക്കെ ചെയ്യുള്ളൂ. അപ്പം എന്ത് പറ്റും? നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ യൂട്യൂബ് കാണിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ കൊള്ളൂല്ല എന്നുള്ള ഒരു ധാരണയിൽ യൂട്യൂബ് ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനലും കോണ്ടന്റും ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കൂടും, ചാനൽ വച്ച പിടിക്കില്ല. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യോ ഒന്ന് എന്ന് ചോദിക്കാൻ ഒരൊറ്റ ലെജിറ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അതെന്താ അറിയോ? നിങ്ങളുടെ ചാനലിൽ നല്ല വ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് വാച്ച് അവേഴ്സ് എല്ലാം ഉണ്ട്, പക്ഷെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള അത്രയും 1000 സബ്സ്ക്രൈബേഴ്സ് ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് അന്വേഷിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും വീഡിയോ വ്യൂസും വാച്ച് ടൈമിനും ആയിരിക്കണം. അപ്പം നമുക്ക് രണ്ടാമത്തെ പോയിന്റിൽ കിടക്കാം. എങ്ങനെയാണ് വീഡിയോ വ്യൂസും വാച്ച് ടൈമും കിട്ടുക? ഈ രണ്ട് മെട്രിക്സ്, വ്യൂസ് അതും വാച്ച് ടൈമും ആണ് നിങ്ങളുടെ വീഡിയോ നന്നാവോ നാശാവോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ വീഡിയോ വ്യൂസിനെ കുറിച്ച് ആദ്യം പറയാം. എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാറ്? ഇപ്പം ഈ വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ കാരണം എന്താ? ഈ വീഡിയോന്ന് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണോണ്ടല്ലേ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ജർമ്മൻ പഠിക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല, അല്ലേ? അപ്പം ആദ്യത്തെ കാര്യം, ആ വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളെ എല്ലാ ചാനലും ഒരേ ഒരു ബെഞ്ച് മാർക്ക് വെച്ച് പോകുന്നതല്ല. ഇപ്പം പല ചാനൽസ് ഉണ്ട് വെറുതെ ഇരുന്ന് പഠിക്കുന്ന, അങ്ങനത്തെ ASMR ആയിട്ടുള്ള ചാനൽസ്. ജസ്റ്റ് ഇരുന്നൊരു കുട്ടി പഠിക്കുക, ഒരു 2-3 മണിക്കൂറൊക്കെ പഠിക്കുന്ന വീഡിയോ, നല്ല വ്യൂസ് ഉള്ളത് കാണാം. അപ്പോൾ അത് എന്ത് യൂസ്ഫുൾനെസ് ഉണ്ടായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കണേ എന്നൊരു ചോദ്യമല്ലേ? അതുകൊണ്ടാണ് പല ചാനൽസും പല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. പഠിക്കുന്ന കുട്ടികൾക്ക് കൂടെ ഒരാളിരുന്ന് പഠിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ്, ആ കുട്ടി പഠിക്കുന്ന അത്രയും നേരം ഞാനും പഠിക്കും എന്ന് വെച്ചിട്ട് ചില ആൾക്കാർ അങ്ങനെ പഠിക്കാറുണ്ട്. അത് അവർക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ആ വീഡിയോ നന്നായി പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് മാത്രമല്ല വീഡിയോസ് നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു റീസൺ. രണ്ടാമത്തെ ഒരു റീസൺ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ, ആ വീഡിയോയിലെ കോണ്ടന്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കോണ്ടന്റ് ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ, കഞ്ഞി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടോ നമുക്ക് തോന്നിപ്പോലെ. പക്ഷെ ആ വീഡിയോക്ക് മില്യൺസ് ഓഫ് വ്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായാലും കാരണം പ്രസന്റേഷൻ. നമ്മളൊരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ സൂപ്പർ ആവും. അപ്പോൾ എന്റർടൈൻമെന്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നില്ലെങ്കിൽ അതിന്റെ പ്രസന്റേഷൻ, ആ വിഷ്വലി നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള ടൈപ്പ് ദൃശ്യങ്ങൾ വേണം. അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലിംഗ്. നമ്മൾ ആ കഞ്ഞി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു കഥ പറയാം. പണ്ട് നമ്മുടെ മുത്തശ്ശി കഞ്ഞി ഉണ്ടാക്കിയ സമയത്ത് എന്ന് പറഞ്ഞൊരു കഥയൊക്കെ പറയുമ്പം ഈ സ്റ്റോറി ടെല്ലിംഗ് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ വിഷ്വലി, അല്ലെങ്കിൽ കേൾക്കാനുള്ള സ്റ്റോറി ടെല്ലിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ്, ഒരു നമ്മളൊന്ന് സാധാരണ ചെയ്യുന്ന പോലെ അല്ലാത്തൊരു കഞ്ഞി ഉണ്ടാക്കില്ല. ഇപ്പൊ നമ്മൾ സാധാരണ വെള്ളം തിളപ്പിച്ച് കഞ്ഞി ഉണ്ടാക്കുന്നതിന് പകരം ഒരാള് തേങ്ങാപ്പാലിൽ കഞ്ഞി ഉണ്ടാക്കിയ അവർ പറയും, തേങ്ങാപ്പാലിൽ കഞ്ഞി ഉണ്ടാക്കുന്നതിന് ടേസ്റ്റ് ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി ക്ലിക്ക് ചെയ്യും. ഇനിയൊരു കാര്യം, ഈ വീഡിയോയിലുള്ള ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടെന്ന് എങ്ങനെ ആൾക്കാർ അറിയും ആ വീഡിയോ കാണാണ്ട്? അവിടെയാണ് തംബ്നെയിലും ടൈറ്റിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ അതിലെ വീഡിയോസിൽ എന്തൊക്കെയാണ് ഉള്ളിലെ കോണ്ടന്റ് എന്ന് പുറത്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് തംബ്നെയിൽ, അതുപോലെ തന്നെ ടൈറ്റിൽ. അപ്പൊ ഈ തംബ്നെയിലും ടൈറ്റിലും ഡിസൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് പഠിക്കണം. ഇത് ഒരു വലിയ സംഭവമാണ്. ഇതിന് വേണ്ടിയിട്ട് കോഴ്സുകൾ തന്നെ ആൾക്കാർ ഇറക്കാറുണ്ട് കേട്ടോ, മണിക്കൂറുകളുള്ള കോഴ്സുകൾ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ യൂട്യൂബ് കാണുമ്പോൾ നമ്മൾ പാസീവായിട്ട് ഇങ്ങനെ കണ്ടുപോലെ, അതിൻ്റെ കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് ഒബ്സർവേഷൻ. എങ്ങനത്തെയൊക്കെ തംബ്നെയിൽസ്, എങ്ങനത്തെയൊക്കെ ടൈറ്റിൽസ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ശ്രദ്ധ കിട്ടുന്നത്, ആ കാര്യം നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുമ്പോൾ നിങ്ങളത് ഫോക്കസ് ചെയ്ത് തുടങ്ങും. വേറെ ആൾക്കാരുടെ വീഡിയോസ് കാണുമ്പോൾ എങ്ങനത്തെ, ഇപ്പോൾ നിങ്ങളൊരു ഉദാഹരണം പറയാണ്, ഒരു പച്ചക്കറിയും ചോറും ഒക്കെ വെക്കുന്ന ഒരു കുക്കിംഗ് ചാനലാണ് എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ എൻ്റെ ഇംഗ്ലീഷ് ചാനലിൻ്റെ വീഡിയോസ് കാണാറുണ്ടെന്ന് വിചാരിക്കുക, കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്.
ബൈ ദ ബൈ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. ആ ചാനൽ ഇതല്ല, അത് വേറെയാണ്. ഇതിന്റെ പേര് ഇത്തിരി നേരം ഒത്തിരി കാര്യം. മറ്റേ ചാനലിന്റെ പേര് ഈസി ഇംഗ്ലീഷ് വിത്ത് മിനി. പാറിപ്പോണ്ട കേട്ടോ. അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന എന്റെ വീഡിയോസ് കണ്ടിട്ട് അതിന് ചില തമ്മിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുപോലത്തെ ഒരു സംഭവം നിങ്ങളുടെ കുക്കിംഗ് വീഡിയോസിന് ട്രൈ ചെയ്യൂ. വർക്ക് ചെയ്യണമെന്ന് ഉറപ്പില്ല, പക്ഷേ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറയണത്, നിങ്ങൾ എവിടുന്നൊക്കെ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടാം അതൊക്കെ നിങ്ങൾ നോക്കണം. എന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരെണ്ണം കണ്ട് ഇത് കൊള്ളാം എന്ന് വിചാരിച്ചാൽ അത് പിന്നെ മനസ്സങ്ങ് പോകും. അവസാനം നമ്മൾ തമ്മിൽ ഉണ്ടാക്കുന്ന സമയത്ത് അയ്യോ അന്നൊരു തമ്മിൽ ഞാൻ കണ്ടിരുന്നല്ലോ, നന്നായിരുന്നല്ലോ എന്ന് വിചാരിച്ചിരുന്നാൽ അത് കിട്ടില്ലത്. അപ്പൊ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക. ഓരോരോ ടൈപ്പ് തമ്മിൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയാ, അതുമാതിരി സംഭവങ്ങൾ നിങ്ങളുടെ വീഡിയോയിലും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതിപ്പോ വേറെ കുക്കിംഗ് ചാനൽസ് തന്നെ എടുത്ത് നോക്കണമെന്നില്ല. വേറെ പല സ്ഥലത്തുനിന്നും ഇപ്പൊ കുക്കിംഗ് ചാനൽസോ വീഡിയോസോ തന്നെ വേണമെന്നില്ല. ഒരു ബിൽ ബോർഡ് കണ്ടു പുറത്തൊക്കെ നമ്മൾ കാണില്ലേ, അതിൽ എഴുതിയിരിക്കുന്നത് അതിന്റെ ഒരു എസ്തെറ്റിക്സ് അതൊക്കെ കണ്ടിട്ട് അതുപോലെ നിങ്ങളുടെ തമ്മിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കണം. അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു വേട്ടക്കാരന്റെ ഒരു മനോഭാവത്തിൽ വേണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ കർഷകന്റെ മനോഭാവം വേണമെന്ന്. ഇപ്രാവശ്യം നമുക്കൊരു വേട്ടക്കാരന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എനിക്ക് നല്ല സംഭവങ്ങൾ കിട്ടുക എന്ന് എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നില്ല, എന്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് തമ്മിലും ടൈറ്റിലും ഇതുമാതിരി തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ടോപ്പിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. പക്ഷെ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ ഈ സംഭവം നന്നായി ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ ഉള്ളിൽ കിടക്കുന്ന കോണ്ടന്റ് എത്ര വലിയ മാണിക്യമാണെങ്കിലും ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കാണില്ല. കാരണം ക്ലിക്ക് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ തോന്നണം. അങ്ങനത്തെ തംബ്നെയിൽസും ടൈറ്റിൽസും നമ്മൾ ഇടണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കുക്കിംഗ് ചാനൽസിന്റെ. ഈ ഒരു സാധനം ഉണ്ടാക്കിയാൽ പാത്രം കാലിയാവുന്നത് അറിയേയില്ല എന്നൊക്കെ. അപ്പൊ നിങ്ങൾ നോക്കി നോക്കിയേ, ആ ഒരു ഭക്ഷണം നല്ല ടേസ്റ്റി ആണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് പറഞ്ഞ രീതി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെ തമ്മിൽ വരുമ്പോൾ ആൾക്കാർക്കൊരു ക്യൂരിയോസിറ്റി വരില്ലേ, ഓ ഞാനിതൊന്ന് നോക്കി നോക്കട്ടെ, ഇങ്ങനെ കാലിയാവുന്ന ഒരു ഡിഷ് ഉണ്ടെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി കളയാം എന്നൊരു ചിന്ത വരില്ലേ. അപ്പൊ അങ്ങനെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആൾക്കാർ തംബ്നെയിൽസും ടൈറ്റിൽസും ഒക്കെ ഇടുമ്പോൾ ആ ഒരു വീഡിയോ കാണാനുള്ള ഒരു ഫീലിംഗ് അല്ലെ, ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂടും. അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീഡിയോസ് എത്ര നന്നായി ഉണ്ടാക്കിയാലും അതിന്റെ പുറത്ത് ആ തംബ്നെയിലും ടൈറ്റിലും വളരെ ക്രിയേറ്റീവ് ആയിട്ട്, എന്നാൽ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലല്ലാത്ത രീതിയിൽ ഇടണം. ഇപ്പൊ ഒരു സാധാരണ കഞ്ഞി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പക്ഷെ നമ്മൾ പറയാണ് ബിരിയാണി വെക്കുന്ന വീഡിയോ കണ്ടോ. ബിരിയാണി പൊതുവെ ആൾക്കാർക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ള സാധനമാണ് കഞ്ഞിനെക്കാളും. എന്നാൽ അതിന്റെ ഉള്ളിൽ കഞ്ഞി വെക്കുന്ന വീഡിയോ ആണെങ്കിൽ നമ്മൾ ബിരിയാണി വെക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് തംബ്നെയിൽ ഇടാൻ പാടില്ല. പക്ഷെ പറ്റിക്കരുത്. പറ്റിച്ച എന്താ പ്രശ്നം വെച്ചാൽ ഒരിക്കൽ ആൾക്കാരെ ക്ലിക്ക് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന്റെ ഫോട്ടോ അല്ലാണ്ട് വേറൊരു സാധനത്തിന്റെ ഫോട്ടോ എടുത്തിടുക, കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ളത്. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇത് എനിക്ക് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് ക്ലിക്ക് ചെയ്യും. ഉള്ളിൽ വരുമ്പോൾ ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബാഡ് ഫീലിംഗ് വരും. അപ്പോഴും നമ്മൾ പിന്നെ അയാളുടെ ചാനൽ ഫോളോ ചെയ്യില്ല, അല്ലെങ്കിൽ അപ്പം തന്നെ ഇട്ടിട്ട് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കണം, പക്ഷെ എന്നാൽ പറ്റിക്കാൻ പാടില്ല. ഒരു തിൻ ലൈനാണ്. അത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ട് നേരെ നടന്നങ്ങ് നല്ല തംബ്നെയിൽസ് ഉണ്ടാക്കുക. പിന്നെ വീഡിയോ ക്രിയേഷന്റെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളത് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഏത് വീഡിയോ ആണ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം എങ്ങനെ മനസ്സിലാക്കും? സിമ്പിൾ ആയിട്ട് ടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങളുടെ ആ വീഡിയോ, നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോയിലെ അത് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് ഹാപ്പി ആവുമോ, സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? എങ്കിൽ ആ വീഡിയോ കൊള്ളാം. നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്തൊരു വീഡിയോ അവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാവരും കാണണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിയാവില്ല. അപ്പൊ അത് മാത്രമാണ് അതിന്റെ ടെസ്റ്റ്. ഈ വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ പോയി അത് ക്ലിക്ക് ചെയ്ത് കാണുമോ, കണ്ടാൽ എനിക്ക് ഇഷ്ടാവുമോ? അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊരു ചിന്ത വരും. കാരണം നമ്മൾ ആരുടെ വീഡിയോ കാണുക, നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുടെ നല്ല യൂസ്ഫുൾനെസ് ഉള്ള വീഡിയോ അല്ലെ. അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ വീഡിയോ ഉയർത്തണം. സ്റ്റാർട്ടിങ്ങിൽ ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും, എനിക്കറിയാം. ഞാനിപ്പോ ഇങ്ങനെ കുറെ ഉപദേശം ഇവിടുന്ന് ചെയ്തിട്ട് കാര്യമല്ലോ. പക്ഷെ ഒരു ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഓ ഈ വീഡിയോ കുറച്ചുകൂടി നന്നാക്കണം എന്നുള്ള ആ ഫീലിംഗ് കിട്ടി തുടങ്ങും. ഇത് ഞാൻ പറയണത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ചാനൽസ് അല്ല കേട്ടോ. അവർ എന്തെങ്കിലും ഒക്കെ ഒന്ന് വെച്ചിട്ട് ഇട്ട് തുടങ്ങണം. പക്ഷെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടും ഒന്ന് പിക്കപ്പ് ചെയ്യാത്ത ചാനൽസ് ഇല്ലേ, അവർ കുറച്ചുകൂടെ കോണ്ടന്റിന്റെ ക്വാളിറ്റി കൂട്ടണം. ഈ ക്വാളിറ്റി കൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഇടണമെന്ന്. ക്ലാരിറ്റി എന്നുള്ളത് ഓക്കെ, പക്ഷെ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന വീഡിയോസ് ആയിരിക്കണം. അതിന് ക്ലാരിറ്റി മാത്രം പോരാ, അതിന്റെ ഓഡിയോ. ആരുടെ ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു, നല്ല രസമുണ്ട് കാരണം കാണാൻ, പക്ഷെ ഓഡിയോ ഭയങ്കര നോയ്സ് ഉള്ള. ഒരെണ്ണമൊക്കെ നോയ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എല്ലാത്തിനും നോയ്സ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണാൻ നിൽക്കില്ല. അതുകൊണ്ട് നല്ലൊരു മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഏതാണപ്പാ, ബോയ എന്ന് പറഞ്ഞൊരു മൈക്കാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് വെച്ചിട്ട് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാമല്ലോ. ഞാനിത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ്. എനിക്ക് വേറെയും മൈക്ക് ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട്
കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡിജിറ്റൽ ക്യാമറ DSLR ക്യാമറ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ വീഡിയോ ഞാൻ ചെയ്തത് DJI Osmo എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു സാധനമുണ്ട്, അത് വെച്ചിട്ടാണ്. അതൊരു ചെറിയ ക്യാമറ തന്നെയാണ്, പക്ഷെ DSLRന്റെ ക്വാളിറ്റി വരില്ല. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പെട്ടെന്നൊക്കെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റും. മറ്റേതാണെങ്കിൽ സെറ്റപ്പിന് കുറേ സമയമാണ്, ലൈറ്റിങ് അത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വീഡിയോ ഭയങ്കര മോശമായി പോകും, വാഷ്ഡ് ഔട്ട് ആയി പോകും DSLR എടുക്കുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞ ക്യാമറ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ പഠിച്ച് വരണം. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് ഫോണിൽ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡിവൈസിലൊക്കെ വീഡിയോ എടുത്താൽ മതി. പക്ഷെ ഓഡിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നല്ലൊരു മൈക്ക്, അത്യാവശ്യം ഒരു 1000 റുപ്പീസിന് താഴെ ഒരു നല്ല മൈക്കൊക്കെ കിട്ടും. ഈ മൈക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഞാൻ അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ തരാം ഇതിന്റെ ഡീറ്റെയിൽസ്, ലിങ്ക് തരാം. ആമസോൺ ഇന്ത്യയിൽ തന്നെ വാങ്ങിച്ചാണിത്. കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നല്ല വീഡിയോസ് ആണ് അത്യാവശ്യം ഇടുന്നത്, പക്ഷേ വ്യൂസ് കിട്ടുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഓഡിയോ വളരെ പുവറാണ്. അതൊന്ന് മെച്ചപ്പെടുത്തി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വ്യൂസ് കിട്ടുന്ന. മാത്രമല്ല തംബ്നെയിലും ടൈറ്റിലും അതൊന്ന് രസാക്കുക കേട്ടോ. അടുത്തൊരു ചോദ്യം വന്നത്, എത്ര ദൈർഘ്യം വേണം? ഡ്യൂറേഷൻ ഓഫ് ദ വീഡിയോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് എന്ത് ആവശ്യമുണ്ട് അത്ര ചെയ്താൽ മതി. നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ടുപോയാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അപ്പം ഇട്ടിട്ട് പോകും. എപ്പം നമുക്ക് ബോറിംഗ് ആവുന്നു. ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാർക്ക് പിന്നെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു അല്ലേ, ഒരു 3-3.5 മണിക്കൂർ മൂവിയൊക്കെ നമ്മൾ ഇരുന്ന് കാണുമായിരുന്നു. ഇന്നൊക്കെ ഒരു 2 മണിക്കൂർ അയ്യോ കഴിഞ്ഞില്ലേ മൂവി, എത്ര നല്ല മൂവിയാണെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗാ. അപ്പൊ അറ്റൻഷൻ സ്പാൻ അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ വിട്ടിട്ട് പോകും. നമുക്ക് ആൾക്കാർ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം, മാക്സിമം നേരെ കണ്ടുകൊണ്ടിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇട്ട് വീഡിയോ ഉണ്ടാക്കുക, വേണ്ടാത്തത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കളയുക. അതിപ്പോ അവസാന വീഡിയോ 2 മിനിറ്റേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിൽ അതൊന്നും കുഴപ്പമില്ല. എത്ര ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്നാണ് കാര്യം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മോണിറ്റൈസ്ഡ് ആയി കുറച്ച് കഴിയുമ്പോൾ ഡ്യൂറേഷൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആവും. കാരണം നമ്മൾ ആഡ് വെച്ചിട്ടില്ലേ നമുക്ക് കാശ് കിട്ടുന്നത്, അപ്പോൾ റവന്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ നമുക്ക് ലെങ്തിയർ വീഡിയോ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ചുകൂടെ ആഡ്സ് വരുമ്പോൾ കുറച്ചുകൂടെ കാശ് കിട്ടും. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഇപ്പോഴൊക്കെ യൂട്യൂബ് കുറച്ചുകൂടെ വലിയ ഡ്യൂറേഷനുള്ള വീഡിയോസ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നൊരു ട്രെൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ എം നോട്ട് റിയലി ഷുവർ. പക്ഷെ സ്റ്റാർട്ടിങ് സമയത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് അധികം ബോധഡ് ആവരുത്. ഞാൻ പറയാ, ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്യുക. ഒരു കാര്യം അവതരിപ്പിക്കാൻ എത്ര മിനിമം ടൈം വേണം അതിൽ ചെയ്യുക. ഇനി അടുത്ത കാര്യം, ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുക എന്നുള്ളത്. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ യൂസ് ചെയ്തത് ഒരു ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, iMovie എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ആപ്പിളിന്റെ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ അതിൽ iMovie എന്നൊരു സോഫ്റ്റ്വെയർ ബിൽറ്റിൻ ആയിട്ട് വരും, നമ്മൾ വാങ്ങിക്കൊന്നും വേണ്ട. അതുമാതിരിയാണ് വിൻഡോസിലും മൂവി മേക്കറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഡിഫോൾട്ട് ആയിട്ടൊരു എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലാപ്ടോപ്പിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര വലിയ സോഫ്റ്റ്വെയർ ഒന്നും യൂസ് ചെയ്യണ്ട. ഈ ഉള്ള iMovie അല്ലെങ്കിൽ വിൻഡോസിന്റെ മൂവി മേക്കർ ആണെന്ന് തോന്നുന്നു, അതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. ഒരു കുഴപ്പമില്ല, അതിൽ അത്യാവശ്യം നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. കുറേ കാര്യങ്ങൾ ഞാൻ എത്രയോ കാലം iMovieലാണ് എഡിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് കുറച്ച് നന്നായി ചാനൽ വികസിച്ചപ്പോഴാണ് ഞാൻ ഫൈനൽ കട്ട് പ്രോ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയ സോഫ്റ്റ്വെയർ ആണ്. അതുമാതിരി അത് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും, ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ലേണിംഗ് കേർവ് ഉണ്ട്, പക്ഷെ പഠിച്ചു വരാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ ഇമാതിരി വഴിയിലൊക്കെ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബ് എന്നുള്ള സ്വപ്നയെ അങ്ങോട്ട് വിടും. അപ്പോൾ ഇനിഷ്യലി ഫോക്കസ് ഓൺ ബേസിക് തിങ്സ്. ഇനി എഡിറ്റിംഗ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങൾ അറിയണം. ഒന്ന്, കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, വോയിസ് ഓവർ. അത്യാവശ്യം എല്ലാ ആപ്സോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസിലൊക്കെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യണം, നിങ്ങൾക്ക് അറിയാത്തതൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പൊ എഡിറ്റിംഗ് എങ്ങനെയാ പഠിക്കുക എന്ന് ചോദിക്കുന്നതിന് ഒരു ഉത്തരാണിത്. നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ്. അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഒരു എഡിറ്റിംഗിന്റെ കോഴ്സ് എടുത്തിട്ട് എഡിറ്റിംഗ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. നമ്മൾ പഠിക്കില്ല, നമുക്ക് മനസ്സിലാവില്ല, ഒന്നും ഓർമ്മയുണ്ടാവില്ല. ആദ്യം നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ, അപ്പോൾ വോയിസ് ഓവർ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വോയിസ് ഓവർ എങ്ങനെയാ ചെയ്യാന്നറിയില്ല. നിങ്ങൾ ഏതാണ് ആപ്പ് യൂസ് ചെയ്യുന്നത് അതിൽ വോയിസ് ഓവർ എങ്ങനെയാ ചെയ്യാന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്യാം. ഇഷ്ടം പോലെ ലിങ്ക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. കാരണം കുറേ ഇങ്ങനത്തെ എഡിറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയാൽ എങ്ങനെ പഠിക്കുക, അത് അപ്ലൈ ചെയ്യുക. ആദ്യമൊക്കെ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ നമ്മൾ ഷടയെന്ന് കാര്യങ്ങൾ ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ കുറച്ച് ആപ്സ് കണ്ടുപിടിച്ചത്, ഒന്ന് ഇൻഷോട്ട്സ്, പിന്നെ ഒന്ന് VN എഡിറ്റർ, പിന്നെ ഒന്ന് CapCut. ഇതൊക്കെ നല്ല അത്യാവശ്യം ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെയൊക്കെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ ഉണ്ടാവും. എന്ന് വെച്ചാൽ വലിയൊരു ട്യൂട്ടോറിയൽ നോക്കിയിരിക്കണേക്കാളും നിങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഒരു ഭാഗം തെറ്റിപ്പോയി, അപ്പൊ അതൊന്ന് കട്ട് ചെയ്യണം. അപ്പൊ ട്രിം എങ്ങനെയാ ചെയ്യുക, രണ്ടാമത് വോയിസ് ഓവർ എങ്ങനെയാ ചെയ്യുക, ഒരു ജംപ് കട്ട് എങ്ങനെയാ ചെയ്യുക. അത് കുറച്ചുകൂടെ അത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ജംപ് കട്ടൊക്കെ ചെയ്ത രസം ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നോയ്സ് റിഡക്ഷൻ എങ്ങനെയാ ചെയ്യുക, അത്
മൈക്കിൽ തന്നെ കുറേ വ്യത്യാസം വരും. അല്ലാതെ ആപ്പിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം നമുക്ക് പ്രോ വേർഷൻ വേണമെങ്കിൽ ഈ ആപ്പുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് ഫ്രീ വേർഷൻ ഉണ്ടായിരിക്കും. പ്രോ വേർഷൻ വേണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ലാത്ത പരിപാടി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നുമല്ല, നന്നായിട്ട് എഡിറ്റിങ്ങും നന്നായി യൂട്യൂബൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ലാപ്ടോപ്പിന് സഹായം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു ലാപ്ടോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അത്യാവശ്യം റാമും പിന്നെ ഡിസ്ക് സ്പേസ് ഒക്കെ ഉള്ള ഒരു ലാപ്ടോപ്പ് നോക്കിയെടുക്കുക. പിന്നെ എഡിറ്റിംഗ് നിങ്ങൾക്ക് നന്നായി പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പം റെക്കമെൻഡ് ചെയ്യുക ഡാവിഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വിൻഡോസിലും മാക്കിലൊക്കെ ഓടുന്ന ടൈപ്പ് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. ഡാവിഞ്ചി റിസോൾവ് അത് കുറച്ച് പാടാണ് പഠിക്കാൻ. നോൺ ലീനിയർ എഡിറ്റർ ഒക്കെയാണ്, കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ തളരരുത്, പതറരുത്. സംഭവം പഠിച്ചെടുത്താൽ ലോങ് ടൈം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ മെല്ലെ മെല്ലെ, അതിന് ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ ഓൺലൈൻ അവൈലബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്ന് ഫൈനൽ കട്ട് പ്രോ. ഞാൻ മെയിനായിട്ട് ഫൈനൽ കട്ട് പ്രോ എന്നുള്ള സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല കാശുണ്ട്, എക്സ്പെൻസീവ് ആണ്, പക്ഷെ വൺ ടൈം പർച്ചേസ് ആണ്. അത് മാക്കിൽ മാത്രമേ ഓടുള്ളൂ. പക്ഷെ ഡാവിഞ്ചി റിസോൾവ് രണ്ടിലും, വിൻഡോസ് ആണെങ്കിലും മാക്ക് ആണെങ്കിലും ഓടും. പഠിക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇത് എന്താണെന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. എൻ്റെ ആ സ്ക്രീനൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോകും. പക്ഷെ ഒത്തിരി സമയം എടുത്താൽ നമുക്കത് പിക്കപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിക്കാണ്ട് ചെറിയ ചെറിയ ടാസ്ക് അതിൽ ചെയ്തു തുടങ്ങിയാൽ റെഡി ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് നല്ല സീരിയസ് ആയി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡാവിഞ്ചി റിസോൾവ് വെച്ചിട്ട് മെല്ലെ മെല്ലെ എഡിറ്റിംഗ് അങ്ങ് പഠിച്ചോളൂ. ഇനി നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേക്ക് കിടക്കാം. ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹുക്ക്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ കോർ ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന നല്ല സംഭവം, ആ ഇൻഫർമേഷൻ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു സ്നാപ്ഷോട്ട് ഒന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് കാണിക്കുകയാണെങ്കിൽ, അത് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ നല്ലൊരു ബിരിയാണിയാണ് വെക്കുന്നെങ്കിൽ ആ നല്ല ബിരിയാണി വെച്ചിട്ടുണ്ടാകുന്ന അവസാനത്തെ ആ ഫോട്ടോ ഇല്ലേ, ആ ബിരിയാണിയുടെ നിങ്ങൾ കഴിക്കുന്നതോ, അത് കാണുമ്പോൾ ഇങ്ങനത്തെ ബിരിയാണി എനിക്കും ഉണ്ടാക്കണമെന്ന് തോന്നില്ല നമുക്ക്. അങ്ങനെ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് 10 സെക്കൻഡ്സിൽ ഇട്ടാൽ അതാണ് ഹുക്ക് എന്ന് പറയാം. ഹുക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഹുക്ക് ചെയ്ത് പിടിക്കുക. അങ്ങനെ ഒരു നെഗറ്റീവ് സെൻസ് എടുക്കണ്ട. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വിട്ടിട്ട് പോണ്ടാട്ടോ എന്ന് സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒരു സംഭവം ആ സ്റ്റാർട്ടിങ്ങിൽ വെക്കുന്നത് വളരെ നല്ലതാണെന്ന് പ്രമുഖരായ എല്ലാ യൂട്യൂബേഴ്സും പറയാറുണ്ട്. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ആ ഹുക്ക് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. നമ്മൾ പാളിപ്പോയ ആൾക്കാർ ഹുക്ക് കണ്ട് അവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഹുക്ക് ഉണ്ടാക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തംബ്നെയിൽസ് ഡിസൈൻ ചെയ്യുന്നത്, ആ തംബ്നെയിലിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ 3 തംബ്നെയിൽസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ അപ്ലോഡ് തംബ്നെയിലിന് ചെയ്യുന്നതിന് അവിടെ തന്നെ ടെസ്റ്റ് ആൻഡ് കമ്പയറോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ 3 തംബ്നെയിൽസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ 3ഉം ഒരേപോലത്തെ തംബ്നെയിൽസ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ വേണ്ട, അത് ചെയ്യണ്ട, ഒറ്റ തംബ്നെയിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. 3 വ്യത്യസ്തമായ തംബ്നെയിൽസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് തംബ്നെയിലാണ് നന്നായി പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് കൊള്ളൂല, ഇതാ നല്ലത്. പക്ഷെ അപ്ലോഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും പലർക്കും നമ്മുടെ ഇൻട്രസ്റ്റ് അല്ല ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മളൊക്കെ റിജക്ട് ചെയ്ത ആ ഒരു തംബ്നെയിലായിരിക്കും നന്നായി ചെയ്യാം. അതുകൊണ്ട് വളരെ വ്യത്യസ്തമായ 3 കിടിലൻ തംബ്നെയിൽസ് വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് ആരെയും കണ്ടോ, ആരും വന്നില്ല, ഒരു ഈച്ച പോലെ വഴിക്ക് വന്നില്ലേ എന്ന് ആലോചിച്ചിരിക്കണ്ട. അടുത്ത വീഡിയോ പ്ലാൻ ചെയ്യാം. നമ്മൾ എപ്പോഴും യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കൊരു ബാക്കിലൊരു ബ്രെയിൻ എപ്പോഴും ഫംഗ്ഷൻ ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലാണ്, ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ചില സമയത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താലോ എന്ന ഒരു ഇത് വരിക. അതുകൊണ്ട് പല പല വീഡിയോസ് കാണുക, അവിടെ നിന്നൊക്കെ ഗെറ്റ് ഇൻസ്പയർഡ്. അതിനൊക്കെ നമുക്ക് പല കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. നമ്മുടെ വീഡിയോസിൽ അതൊക്കെ പരീക്ഷിക്കുക. ഇത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയും തോൽക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ വരുന്നോ ഒന്നുമില്ലല്ലോ. നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുക, എന്തൊക്കെ വർക്ക് ചെയ്യണമെന്ന് നോക്കുക. ഒരു കണ്ടിന്യൂസ് ലേണിംഗ് അത് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴും ഒരേ സ്ട്രാറ്റജി വർക്ക് ചെയ്യില്ല. ഒരാൾക്ക് വർക്ക് ചെയ്തത് വേറെ ആൾക്ക് വർക്ക് ചെയ്യണമെന്നില്ല. ട്രെൻഡ് മാറും. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമ്മൾ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ ഏതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് എല്ലാം നോക്കി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങളുടെ വീഡിയോ വേറൊരാൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു സജഷൻ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ക്ലിക്ക് ചെയ്യോ ഇല്ലയോ, ഇതാണ് നിങ്ങൾ നിങ്ങളുടെ മാനദണ്ഡമായിട്ട് വെക്കേണ്ടത്. ക്ലിക്ക് ചെയ്യില്ലെങ്കിൽ ആ വീഡിയോ വേഗം എഡിറ്റ് ചെയ്യുക, മാറ്റുക, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക. ക്ലിക്ക് ചെയ്യുമെങ്കിൽ ധൈര്യമായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ യൂട്യൂബിനെ കുറിച്ച് അത്യാവശ്യം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എഡിറ്റിങ്ങിനെ കുറിച്ച് ബേസിക് ഒരു എഡിറ്റിംഗ് കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാൻ ശ്രമിക്കാം.
കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു അത്യാവശ്യം എഡിറ്റിംഗ് പഠിപ്പിച്ചു തരുമെന്ന്. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ അതുവരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഉള്ള വീഡിയോ വെച്ചിട്ട് അത്യാവശ്യം ഗൂഗിളും യൂട്യൂബൊക്കെ യൂസ് ചെയ്ത് സെർച്ച് ചെയ്ത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് അപ്ലോഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.